പുലർച്ചെ 3:30 വഴിയറിയാതെ നിന്ന മമ്മൂട്ടിയുടെ കാറിന് മുന്നിൽ ഒരു ബൈക്ക്, പിന്നിൽ മലയാളത്തിന്റെ മെഗാസ്റ്റാർ, മുന്നിൽ വഴി കാണിച്ചുകൊണ്ട് പായുന്ന ഒരു അപരിചിതൻ. ഗൂഗിൾ മാപ്പിന് പോലും കണ്ടെത്താൻ കഴിയാത്ത വഴിയിലൂടെ ഏകദേശം 10 കിലോമീറ്റർ. ഒടുവിൽ ആ ബൈക്ക് കേരളത്തിലേക്കുള്ള വഴി കാട്ടി. ആ മനുഷ്യന്റെ പേര് പാണ്ഡ്യൻ. ഇതൊരു സിനിമാ കഥയല്ല, ഒരു പുലർച്ചെ നടന്ന യഥാർത്ഥ അനുഭവമാണ്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിച്ച നിധി സഹദേവൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങുകയായിരുന്നു മമ്മൂട്ടിയും സംഘവും. ഡ്രൈവർ ഉണ്ണി, ജോർജ്, രമേശ് പിഷാരടി, ആൻഡോസ് ജോസഫ് എല്ലാവരും യാത്രയിലായിരുന്നു. സമയം പുലർച്ചെ 3:30 കഴിഞ്ഞിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ യാത്ര മുന്നോട്ട് പോകുന്നതിനിടെയാണ് തിരുപ്പത്തൂരിൽ ഹൈവേ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതായി മനസ്സിലാകുന്നത്. ആദ്യം ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ചു. മാപ്പ് പല വഴികളും കാണിച്ചു. ഓരോ വഴിയിലൂടെയും പോകാൻ ശ്രമിച്ചെങ്കിലും പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ല. പലവട്ടം മാപ്പ് വഴിതിരിച്ചുവിട്ടു. പക്ഷേ മുന്നിൽ വീണ്ടും ബ്ലോക്ക്. ഏകദേശം 1 മണിക്കൂറോളം ഈ ആശയക്കുഴപ്പത്തിൽ സമയം പോയി. യാത്രക്കാർക്ക് മാത്രമല്ല, മമ്മൂട്ടിക്കും അസ്വസ്ഥമായി. ഇനി എന്ത് ചെയ്യണമെന്ന ആലോചനയായി. ഒടുവിൽ മമ്മൂക്ക പറഞ്ഞു, തിരികെ കാരക്കുടിയിലെ റൂമിലേക്ക് തന്നെ മടങ്ങാം. രാവിലെ ആയാൽ റോഡ് തുറന്നേക്കാം. ജോർജും സമ്മതിച്ചു. ഡ്രൈവർ ഉണ്ണി വണ്ടി തിരിച്ചു. പിഷാരടിയും ആൻഡോ ജോസഫും പരസ്പരം നോക്കി. നാളത്തേക്കുള്ള പല പ്ലാനുകളും ഇതോടെ താളം തെറ്റുമെന്ന ആശങ്ക. അതേസമയം സഹായിക്കാൻ വഴിയരികിൽ മറ്റൊരു യാത്രക്കാരനോ വാഹനമോ പോലും കാണുന്നില്ല. പുലർച്ചെ സമയമായതിനാൽ റോഡുകൾ ഏതാണ്ട് വിജനമായിരുന്നു. അങ്ങനെയാണ് പട്ടമംഗലം എന്ന സ്ഥലത്ത് ഒരു പെട്രോൾ പമ്പ് ശ്രദ്ധയിൽപ്പെടുന്നത്. എന്തെങ്കിലും വഴി കണ്ടെത്താൻ കഴിയുമോ എന്ന പ്രതീക്ഷയിൽ അവർ അവിടെ നിർത്തി. പമ്പിലൊരു ചെറുപ്പക്കാരൻ കൊതുകുവലയ്ക്കുള്ളിൽ ഉറങ്ങുകയായിരുന്നു. അവനെ വിളിച്ചുണർത്തി വഴിയെക്കുറിച്ച് ചോദിച്ചു. അയാൾ ചില വഴികൾ പറഞ്ഞു തുടങ്ങി. പക്ഷേ പറഞ്ഞ വഴികളിൽ പലതും ഇതിനകം സംഘം പരീക്ഷിച്ചവയായിരുന്നു. അവിടെയും ബ്ലോക്ക്. അതുകൊണ്ട് കാര്യമായ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷ കുറഞ്ഞു. അപ്പോഴാണ് കുറച്ചകലെ ഉറങ്ങിക്കിടന്നിരുന്ന മറ്റൊരാൾ അവിടേക്ക് എത്തുന്നത്. അയാൾ ആദ്യം ചോദിച്ചു, നീങ്ക മലയാളികളാ? പിന്നെ കാറിനുള്ളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അടുത്ത നിമിഷം ആ മനുഷ്യന്റെ മുഖത്ത് ഉറക്കച്ചടവ് പൂർണ്ണമായും മാറി. അത്ഭുതവും ആവേശവും നിറഞ്ഞ മുഖഭാവം. അയാൾ ചോദിച്ചു, നീങ്ക മമ്മൂട്ടി സാറാ? മമ്മൂട്ടിയെ തിരിച്ചറിഞ്ഞതോടെ അയാളുടെ ആവേശം ഇരട്ടിയായി. പക്ഷേ ആരാധകനെ പ്രകടിപ്പിച്ച് അവിടെ തന്നെ നിൽക്കുകയായിരുന്നില്ല. സഹായിക്കാനുള്ള ഒരു വഴിയാണ് അയാൾ ആദ്യം നോക്കിയത്. എന്നെ ഫോളോ ചെയ്. അത്രയും പറഞ്ഞ അയാൾ തന്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. മമ്മൂട്ടി സഞ്ചരിച്ച കാർ ബൈക്കിനെ പിന്തുടർന്നു. അങ്ങനെ ഏകദേശം 10 കിലോമീറ്ററോളം ആ അപരിചിതൻ മുന്നിൽ ബൈക്കിൽ പോയി വഴി കാണിച്ചു. ഗൂഗിൾ മാപ്പിന് പോലും വ്യക്തമായി കാണിച്ചു തരാൻ കഴിയാത്ത നാട്ടുവഴികളിലൂടെ. ഒടുവിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അയാൾ കൈ ചൂണ്ടി പറഞ്ഞു, അപ്പിടിയ സ്ട്രെയിറ്റ് കേരള. ആ നിമിഷം ഒരു സൂപ്പർ സ്റ്റാറും ആരാധകരും തമ്മിലുള്ള ബന്ധത്തേക്കാൾ വലുതായി മാറിയത് മനുഷ്യസ്നേഹമായിരുന്നു. കാരണം പാണ്ഡ്യന് മമ്മൂട്ടിയെ കണ്ടതിന്റെ ആവേശം മാത്രമല്ല ഉണ്ടായിരുന്നത്. പുലർച്ചെ 3:30 വഴിയറിയാതെ നിൽക്കുന്ന ഒരാളെ സഹായിക്കണമെന്ന മനസ്സായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ചിന്തിച്ചു നോക്കൂ, പിറ്റേന്ന് രാവിലെ പാണ്ഡ്യൻ ആരോടെങ്കിലും പറഞ്ഞാൽ, ഞാൻ പുലർച്ചെ മമ്മൂട്ടി സാറിനെ കണ്ടു, അദ്ദേഹത്തിന്റെ കാറിന് ഞാൻ വഴികാട്ടി എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നവർ വിശ്വസിക്കുമോ? ഇതാണ് രമേശ് പിഷാരടി ചോദിച്ച ചോദ്യം. പക്ഷേ കഥ അവിടെ അവസാനിച്ചില്ല. പാണ്ഡ്യന്റെ സഹായത്തിന് നന്ദി പറയാൻ മമ്മൂട്ടി കാറിൽ നിന്ന് ഇറങ്ങി. പാണ്ഡ്യന്റെ ഫോൺ വാങ്ങി അത് പിഷാരടിക്ക് നൽകി. പിന്നീട് ആ മനുഷ്യനെ ചേർത്ത് പിടിച്ചു. അവനോട് മമ്മൂക്ക ചോദിച്ചു, ഉൻ പേരെന്ന? അയാൾ പറഞ്ഞു, പാണ്ഡ്യൻ. ഒരു സാധാരണ യാത്രക്കാരൻ, ഒരു സാധാരണ ആരാധകൻ. പക്ഷേ ആ പുലർച്ചെ മമ്മൂട്ടിയുടെ യാത്രയിൽ പാണ്ഡ്യൻ ചെയ്ത സഹായം ഒരിക്കലും സാധാരണമായിരുന്നില്ല. മമ്മൂട്ടിയെ നേരിൽ കാണണമെന്ന ആഗ്രഹം പലർക്കും ഉണ്ടാകാം. ഒരു സെൽഫി എടുക്കണം, ഒരു ഓട്ടോഗ്രാഫ് വാങ്ങണം, ഒന്ന് സംസാരിക്കണം. അതൊക്കെയാണ് സാധാരണ ആരാധകന്റെ സ്വപ്നങ്ങൾ. പക്ഷേ പാണ്ഡ്യന്റെ ആ നിമിഷം വ്യത്യസ്തമായിരുന്നു. അയാൾക്ക് മുന്നിൽ നിന്നത് തന്റെ പ്രിയപ്പെട്ട താരമായിരുന്നു. എന്നാൽ ആ നിമിഷം അയാൾ കണ്ടത് ഒരു വഴിയറിയാതെ നിൽക്കുന്ന യാത്രക്കാരനെയായിരുന്നു. അതുകൊണ്ടാണ് ബൈക്കിൽ മുന്നിൽ പോയി വഴി കാണിച്ചത്. പിന്നീട് മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനെത്തിയ രമേശ് പിഷാരടി ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് വളരെ മനോഹരമായ രീതിയിലാണ്. അയാളുടെ കെയർ നമ്മൾ ഷെയർ ചെയ്യണം ആൻഡോ ചേട്ടാ. പിന്നെ പിഷാരടി പറഞ്ഞ ആ വാക്കുകളാണ് ഈ കഥയുടെ ഏറ്റവും മനോഹരമായ ഭാഗം. പാണ്ഡ്യൻ പാൻ ഇന്ത്യൻ ആകട്ടെ. ഒരു പേര്, ഒരു ചെറിയ സഹായം, ഒരു പുലർച്ചെ യാത്ര. പക്ഷേ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് വലിയൊരു സന്ദേശമാണ്. ഒരു മനുഷ്യനെ സഹായിക്കാൻ വലിയ പദവിയോ വലിയ സമ്പത്തോ ആവശ്യമില്ല. ചിലപ്പോൾ നമ്മളറിയുന്ന ഒരു ചെറിയ വഴി മറ്റൊരാളുടെ വലിയ പ്രശ്നത്തിന് പരിഹാരമാകാം.
അന്ന് പാണ്ഡ്യൻ മമ്മൂട്ടിക്ക് വഴി കാണിച്ചു. പക്ഷേ ആ യാത്രയിൽ പാണ്ഡ്യൻ സ്വന്തമാക്കിയതും വലിയൊരു ഓർമ്മയാണ്. ഒരു പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു പുലർച്ച. മമ്മൂട്ടിയെ ഒരിക്കൽ നേരിൽ കാണണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ആ രാത്രി അതിനേക്കാൾ വലിയൊരു അനുഭവമാണ് പാണ്ഡ്യന് ലഭിച്ചത്. തൻ്റെ പ്രിയപ്പെട്ട താരത്തെ കണ്ടത് മാത്രമല്ല, അദ്ദേഹത്തിന് സഹായിയായി നിൽക്കാനും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ സംഭവം ഒരു ആരാധകന്റെ ആവേശത്തിന്റെ കഥ മാത്രമല്ല, ഇത് മനുഷ്യസ്നേഹത്തിന്റെ കൂടെ കഥയാണ്. പുലർച്ചെ 3:30 വിജനമായ റോഡിൽ നിന്ന് തുടങ്ങിയ ആ യാത്ര ഒരു അപരിചിതന്റെ സഹായത്തിലൂടെ കേരളത്തിലേക്കുള്ള വഴിയിലെത്തി. ഗൂഗിൾ മാപ്പ് കാണിച്ചു തരാത്ത വഴിയിലൂടെ ഒരു ബൈക്ക് മുന്നിൽ പോയി, പിന്നിൽ മമ്മൂട്ടിയുടെ കാർ, മുന്നിൽ പാണ്ഡ്യൻ, ഒടുവിൽ കേരളത്തിലേക്കുള്ള വഴി. ആ നിമിഷം പാണ്ഡ്യൻ മമ്മൂട്ടിയുടെ ആരാധകനായി മാത്രം നിന്നില്ല, ഒരു നല്ല മനുഷ്യനായി മാറി. അതുകൊണ്ട് തന്നെ രമേശ് പിഷാരടിയുടെ ആ വാക്കുകൾ ഈ കഥയ്ക്ക് ഏറ്റവും യോജിച്ച അവസാന വാക്കുകളാകുന്നു. പാണ്ഡ്യൻ പാൻ ഇന്ത്യൻ ആകട്ടെ.